അതിമനോഹരമായ വാടാനപ്പള്ളി ബൈപ്പാസ് ഓപ്പണാക്കിക്കൊടുത്തു. ഇനി തടസ്സങ്ങളില്ലാതെ ചീറിപ്പാം. തെങ്ങും തോപ്പിലൂടെ ഒരു 6 വരി പാത, ഇനി ചീറിപ്പായ നമ്മുടെ അഭിമാന പാത. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതാ സ്ഥലം നോക്കി നമ്മളെ കിയട ഷോറൂമില്ലേ, അങ്ങോട്ട് കയറുന്ന അണ്ടർപാസ് താഴത്ത് ഭാഗത്താവും നമ്മുടെ കിയട ഷോറൂം. വാടാനപ്പള്ളി ബൈപ്പാസിക്ക് എൻട്രി ചെയ്യട്ടാ. അപ്പോൾ ഓപ്പൺ ആക്കി കൊടുത്തേക്കണ് വാടാനപ്പള്ളി ബൈപ്പാസ്. ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഓപ്പൺ ആക്കി പോയിക്കണം കേട്ടോ. ഇനിയിപ്പോൾ പറയാൻ പറ്റുക ചിലപ്പോൾ അടക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ലൈറ്റിൻ്റെ വർക്കാണ്, കുറച്ച് വർക്കൊക്കെ ബാക്കിയുണ്ട്. പിന്നെ നമ്മൾ വാടാനപ്പള്ളിയിൽ നിന്ന് തൃശ്ശൂർ പോകുന്ന അണ്ടർപാസിൻ്റെ അവിടെ കുറച്ച് വർക്ക് ബാക്കിയുണ്ട്. ബാക്കി കംപ്ലീറ്റ് കഴിഞ്ഞ് ഓപ്പൺ ആക്കി കൊടുത്ത് വണ്ടികളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ വാടാനപ്പള്ളി ബൈപ്പാസിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോസ് ആട്ടാ. അങ്ങോട്ട് ട്രോൾ ബോട്ട് വരെ ഉള്ളൊരു കാഴ്ച കാണിച്ച് തരാം, തളിക്കുളത്തുള്ള ടോൾ ബൂത്ത് വരെ. അപ്പോൾ നമ്മളിപ്പോൾ കിയട ഷോറൂമിൻ്റെ മേലെ നിൽക്കണം കേട്ടോ. കണ്ടില്ലേ, കിയട ഷോറൂം നമ്മളെ താഴത്താണ്. ആ പോകണുണ്ടല്ലോ വാടാനപ്പള്ളി പഴയ വണ്ടികൾ കേട്ടോ, പഴയ റോഡ്. പക്ഷെ ഇതിൽ കൂടെ കുറേ ആൾക്കാർ പോകണമുണ്ട്, എന്നറിയാത്തവർ താഴത്ത് കൂടെ തന്നെ പോകണത് കിട്ടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വാടാനപ്പള്ളി ബൈപ്പാസിൽ വളരെ തിരക്ക് കുറവാണ്. എന്താ വെച്ചാൽ കുറേ ആൾക്കാർക്ക് അറിയില്ല ഓപ്പണാക്കി വരുമൊന്നും. പിന്നെ ഭാഗികമായിട്ടാണ് ഓപ്പണാക്കി കൊടുത്തിട്ടുള്ളൂ. ചില സ്ഥലത്ത് അങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട്. പക്ഷെ അറിയുന്നവർക്ക് സുഖമായി പോവാട്ടാ. പക്ഷെ അവിടെ അടച്ചിട്ടൊന്നുമില്ല, സുഖമായിട്ട് ഇങ്ങനെ വരാം. ചിലവർ പേടിച്ചിട്ട് പോകാത്തതാണ്. അപ്പോൾ ഇപ്പോൾ ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചിലപ്പോൾ അടക്കാനും സാധ്യതയില്ലാകില്ല. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണും കേട്ടോ. എന്താ വെച്ചാൽ വാടാനപ്പള്ളി ബൈപ്പാസ് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് പോണത്. ഒരുപാട് വട്ടം നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒക്കെ പണി, ഇതൊക്കെ പെട്ടെന്ന് കേട്ടോ പണി നടന്നത്. പക്ഷെ ഇതേപോലെ പണി കഴിഞ്ഞ സ്ഥലമായിരുന്നു അത്. അവിടെ പൊളിച്ച് വീണ്ടും പൈലിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോയിൽ കാണാം. ഇതിൽ 2 നടപ്പാതയാണ് ഇട്ടാറുള്ളത്. ആ 2 നടപ്പാതത്തെ ആദ്യത്തെ നടപ്പാതയാണ്. അങ്ങനെയൊക്കെ വീഡിയോയിൽ കാണാം. ലോങ്ങനെ കാണുന്നുണ്ടില്ല, അത്ര വ്യൂ കേട്ടോ. നീണ്ടു നിവർന്നിങ്ങനെ കെട്ടുക തെങ്ങും തോപ്പിൻ്റെ ഇടയിൽ കൂടെ. അതിമനോഹരമായൊരു ബൈപ്പാസാണ്. തൃശ്ശൂർ ജില്ലത്തെ ഏറ്റവും വലിയ ബൈപ്പാസ് കൂടിയാണ് കേട്ടോ. NH 66 നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ മലപ്പുറം ഭാഗത്തു നിന്ന് കേട്ടോ. ഇപ്പം ചാവക്കാടൊക്കെ കഴിഞ്ഞു. പിന്നെ കിട്ടുന്ന ബൈപ്പാസാണ് വാടാനപ്പള്ളി ബൈപ്പാസ്. അപ്പം ഞാൻ നല്ല ദൃശ്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് മേലെ കയറിയിട്ടൊക്കെ കേട്ടോ. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈമിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. മേലെ കയറിയിട്ട് നമുക്ക് കാണുന്ന കാഴ്ചയാണ് ഇത് കേട്ടോ. ഫസ്റ്റത്തെ നടപ്പാതയാണ് മേലെ എന്നുള്ള കാഴ്ച കേട്ടോ. 2 നടപ്പാതയാണ് ഇതിലുള്ളത്. കണ്ടില്ലേ എങ്ങനെയുണ്ട് കാഴ്ച? പക്ഷെ വണ്ടികൾ തിരക്ക് കുറവാണ്. പക്ഷെ കുറച്ചുകൂടി നീങ്ങിയാൽ നല്ല വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ. ഇടക്കും നിറക്കൊക്കെയാണ് വണ്ടികളുള്ളൂ. എന്താ വെച്ചാൽ ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ട്. അവിടുന്ന് നല്ല വരവ് വരുന്നുണ്ട് കേട്ടോ വണ്ടികൾ. അതായത് എറണാകുളം സൈഡിൽ നിന്ന് ഈ സൈഡിൽ ചില സ്ഥലത്ത് അറിയാതെ അവർ തെറ്റിയിട്ട് വാടാനപ്പള്ളി പഴയ ബൈപ്പാസിക്ക് കയറുന്നതുകൊണ്ടാണ് അധികം വണ്ടികൾ കാണാത്തത്. ഇവിടെയൊക്കെ പിന്നെ കുറച്ച് മുന്നേ പണി കഴിഞ്ഞ സ്ഥലമാണ്. ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും തൃപ്രയാർ ബൈപ്പാസൊക്കെ ഓപ്പൺ ആക്കണ ആ സമയത്തേക്ക് തന്നെ ഇവിടുത്തെ വർക്കും കഴിഞ്ഞായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, ആദ്യം തന്നെ അവർ ശ്രദ്ധിക്കാത്തതിൻ്റെ പ്രശ്നമായിരുന്നു. വീണ്ടും പൊളിക്കേണ്ട ഇതുപോലെ പല സ്ഥലത്തും പൊളിച്ചിട്ട് വീണ്ടും പണിയെടുക്കുന്നുണ്ട് കേട്ടോ. മണ്ണൊക്കെ നീക്കം ചെയ്തിട്ട്. ഇവിടെ ട്രക്ക് പാർക്കിംഗ് ഉണ്ട്. അതിൻ്റെ ബോർഡാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 500 മീറ്റർ. ഇനിയിപ്പോൾ കാണുന്നില്ലേ 200 മീറ്റർ ലെഫ്റ്റിലേക്ക് പോയാൽ. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു വിശ്രമിക്കാൻ പറ്റിയ സ്ഥലവും കൂടിയാണ്. ഒന്നുമില്ല കേട്ടോ ഇവിടെ. പച്ചവെള്ളം കിട്ടില്ല. ഇനിയൊക്കെ ഭാവിയിലൊക്കെ ആയിട്ട് വേണം. എന്നാലും ഇവിടെ നല്ല സൗകര്യമുണ്ട് വണ്ടി നിർത്തിയിടാനൊക്കെ ആയിട്ട്. സർവീസ് റോഡൊന്നും ഇല്ല. ആകെയുള്ള ട്രക്ക് പാർക്കിംഗ് ആണ്. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കട്ടെ. ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്തിട്ട് ചെറുതാണ്. ഒരു 4 വണ്ടി 5 വണ്ടിക്കൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അതിന് മേലക്കൊന്നും ഇടാൻ പറ്റില്ല. എന്നാലും ഈ സൈഡിലൊക്കെ ഇടാൻ പറ്റും. ഇവിടെ സർവീസ് റോഡില്ലാത്തതുകൊണ്ട് സൗകര്യം ഉണ്ടല്ലോ. എന്നാലും നിയമഭാരം അവർ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇടാൻ പറ്റുള്ളൂ. വേറെ എവിടെയും വണ്ടി പാർക്ക് ചെയ്യാൻ NH 66 അലോട്ടില്ല. അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. എവിടെ അലോട്ട് അത് ചെയ്യുക കേട്ടോ. നിയമം എന്താണ് പറയുന്നത് അതനുസരിച്ച് പോവുക. വാടാനപ്പള്ളി ബൈപ്പാസ് ഓപ്പണാക്കി കൊടുത്തപ്പോൾ വളരെ സന്തോഷമാണ്. എന്താ വെച്ചാൽ അത്ര തിരക്കുള്ളൊരു ഏരിയയാണ് വാടാനപ്പള്ളി ബൈപ്പാസ് വന്നത്. വാടാനപ്പള്ളി ടൗണ്. എന്താ വെച്ചാൽ അത്രയധികം തിരക്കുള്ളൊരു ഏരിയയാണ് അവിടെ.
അറിയാലോ, വാടാനപ്പള്ളി ബൈപ്പാസ് പറഞ്ഞാൽ അത്ര തിരക്കുള്ള ഏരിയ, അത് പൂർണ്ണമായി ഒഴിവാക്കി പോവുകയാണ്. ഇപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞ സ്ഥലം കേട്ടോ, തൃശ്ശൂർ വാടാനപ്പള്ളി ഭാഗത്ത് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സ്ഥലം. ഇപ്പോൾ ഇവിടെയാണ് പൊളിച്ച് പണിതുകൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ. ഫുള്ള് പണി കഴിഞ്ഞിട്ട് ആറിങ്ങടക്കം കഴിഞ്ഞ സ്ഥലമായിരുന്നു. കംപ്ലീറ്റ് മണ്ണെടുത്തത് അപ്പോൾ അരിങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗം കൂടെ ഇല്ലെങ്കിൽ സുഖമായിട്ട് ഇതിൻ്റെ മേലെ കൂടെ തന്നെ പോവായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇനി ഒരു വർഷം എന്തായാലും പിടിക്കുമല്ലോ, അത്രയും പണി എടുക്കണ്ടല്ലോ. അടുത്ത മഴക്കൊക്കെ മുന്നായിട്ട് പൂർണ്ണമായിട്ടും ഓടിത്തുടങ്ങാൻ പറ്റും. ഇവിടെ മാത്രമാട്ടോ ഒരു ബ്ലോക്കുള്ളൂ, ബാക്കി എവിടെ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിൽ കൂടെ സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സുഖമായിട്ട് പോകാൻ പറ്റും. ഒരാഴ്ചയൊക്കെ ആയി തോന്നുന്നുണ്ട് ഓപ്പണാക്കി കൊടുത്തിട്ട്, അങ്ങനെയാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇനി അടക്കാനും സാധ്യതയില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുറച്ച് പണികളൊക്കെ ബാക്കിയുള്ളൂ. ഇനി പണി വലിയ തടസ്സമൊക്കെ വരുമ്പോൾ അടക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇവിടെ ഒന്ന് കഴിഞ്ഞാൽ കണ്ടില്ല, സർവീസ് റോട്ടിലൂടെ മെയിൻ റോട്ടിൽ കയറിയാൽ ഇനി നമുക്ക് എങ്ങോട്ട് എത്താം. ഇനി അടുത്ത എവിടെയും ബ്ലോക്ക് വരുന്നില്ല. നമുക്ക് അടുത്ത തൃപ്രയാർ ബൈപ്പാസ് അവിടെ ബ്ലോക്കിൽ ഓപ്പണാക്കി കുറച്ച് ആരായല്ലോ. അങ്ങനെ പിന്നെ 3 പീടികയിലാണ് കുറച്ച് പ്രശ്നമുള്ളത്. അങ്ങനെ കൊടുങ്ങല്ലൂർ വരെ പോകാനിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പിന്നെ ഈ ഭാഗത്തുള്ളവരൊക്കെ എയർപോർട്ടിൽ പോകണമെങ്കിൽ കൊടുങ്ങല്ലൂർ വന്നിട്ട് ലെഫ്റ്റ് അടിച്ചാണ് കയറിയാൽ എയർപോർട്ടിലേക്കൊക്കെ പോവുക. അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ട് എന്താ പറയുക, പറവൂരിൽ നിന്ന് പോവുക. പറവൂരിക്ക് എത്തുമ്പോൾ പിന്നെ റോഡ് വീണ്ടും പ്രശ്നമാണ്. അപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് വേണമെങ്കിൽ തിരിഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് പോകേണ്ടവർക്കൊക്കെ പോകാട്ടോ. നമ്മൾ തൃശ്ശൂർ വഴി യൂസ് ചെയ്യാതെ മലപ്പുറത്ത് ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് വേണമെങ്കിൽ നേരെ NH66 കൂടെ പിടിച്ചിട്ട് എയർപോർട്ടിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ കുറേ തിരക്ക് ആ ഭാഗത്ത് ഭയങ്കര തിരക്കല്ല, ഒക്കെ ഒഴിവാക്കി കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും പോലും നമുക്ക് ഒന്നും 100% ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അത് പറയണമെങ്കിൽ ഇതൊക്കെ വർക്ക് പൂർണ്ണമായിട്ട് കഴിയണം. ചിലപ്പോൾ ഇവർ അങ്ങനെ പറഞ്ഞ് പോകുമ്പോൾ അടുത്ത വട്ടം ചിലപ്പോൾ ഞാൻ പോകുമ്പോൾ ചിലപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. എന്താ വെച്ചാൽ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവും. അങ്ങനത്തെ സമയങ്ങളുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോസ് കണ്ടില്ല, ചേറ്റവും പാലത്തിന് മേലെ കയറിയാൽ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ മണ്ണൊക്കെ നീക്കിക്കൊണ്ട് തന്നെയൊക്കെ ചേറ്റവും പാലത്തിന് മേലെ കയറി വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ തന്നെയാണ്. അടുത്ത നടപ്പാത എത്തിയിട്ടാണ്. 2 നടപ്പാതയുടെ പണി കഴിഞ്ഞിരിക്കുന്നു ഇവിടുത്തെ. തൃശ്ശൂർ ബീച്ചിൽ തന്നെ ആകെ 2 നടപ്പാത ഇവിടെ നിലവിൽ വന്നിട്ടുള്ള 2 നടപ്പാതയുടെ പണി കഴിയും ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ മേലെ നിന്ന് കാണുമ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. വണ്ടികളൊക്കെ പിന്നെ അതൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ പാട്ടിടുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ ചെയ്യാം, യൂട്യൂബിൽ അങ്ങനെ പാട്ട് വെക്കാൻ പറ്റാത്തതുകൊണ്ട്, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടട്ടോ പാട്ടൊന്നും വെക്കാത്തത്. എനിക്ക് ഇവിടെയൊക്കെ പാട്ട് വെച്ച് നല്ലൊരു സൂപ്പറാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതെന്താ ചെയ്യുമ്പോൾ അതിൻ്റെ പകരം ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കി നോക്കിട്ടാ. ഞാൻ ഇടുന്ന ഷോർട്ട് വീഡിയോകളൊക്കെ എനിക്ക് എന്തായാലും വളരെ ഇഷ്ടമായി. ഇതിൻ്റെ മേലെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ കുറേ നേരം നോക്കിയിരുന്നിട്ടാ. വണ്ടികൾ അത്യാവശ്യം മോശമില്ലാത്ത തിരക്കുള്ള പോലെ തോന്നുന്നുണ്ട് ഈ ഭാഗത്ത് കേട്ടാ. ചിലവർ ഇവിടെ നിന്ന് തിരിഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട് വാടാനപ്പള്ളി സെൻട്രേക്ക്. അതാണ് അപ്പുറത്തെ സൈഡ് നമ്മൾ കീയ കഴിഞ്ഞിട്ടുള്ള അവിടെ അത്ര തിരക്ക് കാണാണ്ടിരുന്നത്. പക്ഷെ ഇവിടെ കുറച്ചുകൂടി വണ്ടികൾ കൂടുതൽ കാണുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ അറിയാത്തതുകൊണ്ട് ഇങ്ങോട്ട് കയറിയിട്ട് പെടണ്ടെന്ന് വിചാരിച്ചിട്ട് പഴയ റോട്ടിൽ കൂടെ തന്നെ പോകുന്നവരുണ്ട്. അതാണ് ഒരു അത്രയധികം തിരക്ക് കാണാത്തത്. മുന്നൊക്കെ ഞാൻ പറയാറില്ല, ഇത് ഓപ്പൺ ആക്കണൊക്കെ മുന്നൊക്കെ ഡ്രൈവിങ് പഠിക്കാൻ നല്ല സുഖമായിരുന്നു. ഇവിടെ പണി കഴിഞ്ഞ സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ ഡ്രൈവിങ് പഠിക്കാറുണ്ട്. എന്താ വെച്ചാൽ ഒരു മനുഷ്യന്മാരും ആരും ഇല്ലല്ലോ, വണ്ടികളൊന്നും ഇല്ലല്ലോ. സുഖമായിട്ട് സ്കൂട്ടി പഠിക്കേണ്ടവർക്ക് കാറ് പഠിക്കേണ്ടവർക്കൊക്കെ പഠിക്കാം. ഇപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ കഴിഞ്ഞ് പോയിട്ടൊക്കെ ഇവിടെ വന്നപ്പോൾ അത് ഓർമ്മ വന്നു. ആദ്യമൊക്കെ ഇവിടെ ഡ്രൈവിങ് പഠിക്കണമൊക്കെ കണ്ടിട്ടുണ്ട്. ഒന്നും അറിയാത്തവർക്കൊക്കെ വീട്ടിൽ വണ്ടിയുള്ളവരൊക്കെ വന്നിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാമല്ലോ. ഇനിയിപ്പോൾ അത് പറ്റില്ല. ഇനിയിപ്പോൾ അങ്ങനെ പറ്റുന്ന സ്ഥലങ്ങൾ വളരെ കുറവാട്ടാണ്. ആദ്യം പല സ്ഥലത്തും പറ്റിയിരുന്നു. അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലും പണി കഴിഞ്ഞ് ബ്ലോക്ക് ചെയ്ത സ്ഥലത്ത് ഇങ്ങനെ കയറിയിട്ടൊക്കെ ഡ്രൈവിങ് പഠിക്കാമായിരുന്നു. അപ്പോൾ അതൊന്നും പഠിക്കാത്ത സ്ഥലമാട്ടാ, പറ്റാത്തൊരു രീതിയായി. ഇനിയിപ്പോൾ നമ്മൾ തളിക്കുളം എത്തുക കേട്ടോ. ഗ്രൗണ്ടിൻ്റെ അവിടെ, സ്കൂൾ ഗ്രൗണ്ടിൻ്റെ അവിടേക്ക് എത്തും. കണ്ടില്ലേ, തളിക്കുളം സ്കൂൾ ഗ്രൗണ്ടൊന്നും എത്തണമെന്ന് അറിയേയില്ല. സ്ഥിരമായിട്ട് പോകണവർക്ക് തന്നെ മനസ്സിലാവും. പിന്നെ തളിക്കുളം സ്കൂൾ ഗ്രൗണ്ട് കാണുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവട്ടെ ഇത് തളിക്കുളം എത്തിയെന്ന്. അല്ലെങ്കിൽ വാടാനപ്പള്ളി എത്തിയൊന്നും ഇനി മനസ്സിലാവില്ല. ഇനിയാണ് കേട്ടോ എല്ലാവർക്കും എവിടെ എത്തി എന്ന് അറിയണമെങ്കിൽ മാപ്പ് തന്നെ നോക്കേണ്ടി വരും. അല്ലാതെ വേറെ അറിയാൻ ഒരു മാർഗ്ഗമില്ല. പിന്നെ ഇതുപോലെ ഇതൊരു ലാൻഡ് മാർക്കാണ്. പക്ഷെ ഇത് എല്ലാവർക്കും അറിയില്ലല്ലോ. തളിക്കുളം സ്കൂൾ ഗ്രൗണ്ട് സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ എന്നല്ല കേട്ടോ, എല്ലാവരുടെ വീഡിയോയിലും കാണിക്കലാണ് തളിക്കുളം സ്കൂൾ ഗ്രൗണ്ട്. അത് കാണുമ്പോഴാണ് മനസ്സിലാവുക.
പിന്നെ ടോൾ ബൂത്ത് പിന്നെ അങ്ങനെ ന്യൂസിലും അതിലൊക്കെ കേട്ടിട്ട് എവിടെയൊക്കെ ഉള്ളതെന്നൊക്കെ കുറേ ആൾക്കാർക്ക് അറിയുന്നതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കാം. ഇതിപ്പോൾ മെയിനായിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ടോൾ ബൂത്ത് എത്തണം. അപ്പോൾ തൃശ്ശൂർ ജില്ലത്തെ ടോൾ ബൂത്ത് അങ്ങനെ കാണുമ്പോൾ റീജിയത്തെ അങ്ങനെ മനസ്സിലാവുമല്ലോ. അല്ലാതെ മനസ്സിലാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ എവിടെ എത്തിയെന്നൊന്നും അറിയില്ല. ശരിക്കും പറയാൻ വട്ടപ്പാറ ഭയങ്കര ഫേമസായ ആ പാലടക്കം കയറുന്നറിഞ്ഞില്ല. അതേപോലെ തന്നെ ഇത് ഏതാ അവിടുത്തെ അടുത്ത ബൈപ്പാസ് ഏതാ കോട്ടക്കൽ ബൈപ്പാസ് നമ്മൾ കയറുന്നു മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എവിടെ എത്തിയെന്നൊരു പിടുത്തമില്ല കേട്ടാ. ആ ഭാഗത്തേക്ക് ഞാൻ വളരെ കുറവാണ് യാത്ര. ഈ ഭാഗത്തേക്ക് പിന്നെയും കുറച്ച് കൂടുതൽ യാത്ര ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നതുകൊണ്ട് എറണാകുളം ഭാഗത്തേക്ക് പോകാൻ ആവശ്യങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ ഒരു വഴിയുടെ ഒരു ടച്ചൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ സ്ഥലം ഇവിടെ അല്ലെങ്കിലും ഞാൻ തൃശ്ശൂർ ജില്ലയിലാട്ടാ എൻ്റെ വീടുള്ളത്. കുന്നംകുളം കാട്ടക്കമ്പാൽ എന്ന് പറയും. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് ലോങ് ഇല്ല, എന്നാലും കണ്ട് വരൽ കുറവാണ്. വീട് ഭാഗത്തല്ല എല്ലാ സൗകര്യങ്ങളും കുന്നംകുളത്തൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങോട്ട് അവർക്ക് കൂടുതൽ വരിക. പിന്നെ വീട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും വരുന്നത്. പിന്നെ ആവശ്യങ്ങൾക്കൊക്കെ വീടെടുക്കാൻ വേണ്ടിയിട്ട് വന്നാൽ മുതലാവില്ല. അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ ചിലവാക്കുമ്പോൾ അതിനായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റുള്ള പണികളൊക്കെ ഒഴിവാക്കിയിട്ട് ആദ്യമൊക്കെ ഞാൻ ഇവിടെ വർക്കേക്ക് നമ്മളെ മണ്ണ് അടിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നമുക്ക് ഇതിലൊരു ഭാഗമാവാനും പറ്റിയിട്ടുണ്ട് മണ്ണൊക്കെ ഇട്ടിട്ടേ. മണ്ണടിക്കുന്ന അപ്പം കുറേ ആൾക്കാർ എന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ ടോറസ് ഓടിക്കലാണോ മണ്ണായിട്ട് വരലാണോ വർക്കെന്നൊക്കെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ല കേട്ടാ, ഈ വലിയ കുന്നുകളുണ്ടല്ലോ, വലിയ മണ്ണുള്ള ഏരിയ കണ്ടെത്തി അത് ഹൈവേക്ക് കൊടുക്കലായിരുന്നു ഞാൻ ആദ്യം ചെയ്തിരുന്ന വർക്ക്. ഇപ്പം നിലവിൽ മണ്ണിൻ്റെ ആവശ്യമില്ല, ഉള്ള മണ്ണ് തന്നെ കൊണ്ടുപോവാണ്. എന്നാലും കുറച്ച് മണ്ണിൻ്റെ ആവശ്യമുണ്ട്. അത് ഓൾറെഡി കമ്പനി എടുത്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ മണ്ണിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ മണ്ണെടുക്കുന്ന സ്ഥലത്ത് ഒക്കെ ഇനി മരങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്ന് പുതിയ നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ വാടാനപ്പള്ളി ബൈപ്പാസ്, ഇങ്ങനെ ബൈപ്പാസിൽ സൗകര്യമുള്ള സ്ഥലത്തൊക്കെ പുതിയ മരങ്ങൾ വെക്കണമെന്ന് കൃത്യമായിട്ടുള്ള ഭയങ്കര കർശനമായിട്ടുള്ള ഒരു ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കറക്റ്റായിട്ട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം. ഞാൻ കണ്ടില്ലേ അതിന് മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചേറ്റുവ ഭാഗത്ത് നിൽക്കുന്ന മരത്തിൻ്റെ എന്തൊരു ഭംഗിയായിരുന്നു. അപ്പം അതേപോലെയൊക്കെ ഇനി ഇവിടെയൊക്കെ സ്ഥലമുള്ളിടത്ത്, മറ്റിടത്ത് പറ്റില്ല, സ്ഥലമുള്ളിടത്തൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനും അതുപോലെ മണ്ണെടുത്ത കുന്നിൻ്റെ അവിടെയൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനും കർശനമായിട്ടുള്ള ഒരു ഓർഡർ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഉണ്ടാവും. അതിനുള്ള കൊട്ടേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.